അച്ചടക്കമില്ലായ്മയും വാശിയും വഴക്കും എല്ലാം ഈ ചെറിയ കുട്ടികളുടെ ഒരു സാധാരണ സംഗതിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ വാശിയും വഴക്കും ഉണ്ടാകുമ്പോൾ അതിനുള്ള ബേസിക് കാരണം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ചിലപ്പോൾ വിശന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ക്ഷീണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കം വരുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾ ഈ വാശി കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച്, ഉദാഹരണത്തിന് വിശപ്പാണെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഉറക്കം വരികയാണെങ്കിൽ കുട്ടിയെ ഉറക്കാൻ കൊണ്ടുപോവുക. അതേസമയം ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുകയാണെങ്കിലും നമ്മൾ അതനുസരിച്ച് കുട്ടിയെ വേഗം കിടത്തി ഉറക്കാൻ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറേ വാശികളും ഈ അച്ചടക്കമില്ലായ്മയും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ അനുസരണ ഇല്ലായ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ വളരെയധികം സ്ട്രിക്റ്റ് ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ചൂസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഉടുപ്പിടുമ്പോൾ കുട്ടി വഴക്കിടുകയും നിലത്ത് കിടന്ന് ഉരുളുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ വെള്ള ഉടുപ്പ് വേണം, നീല ഉടുപ്പ് വേണം, മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർക്ക് ചൂസ്